50ാമത്തെ ദിവസം കേട്ടോ, അതായത് ഈസ്റ്റർ വന്നെത്തി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ വെളുപ്പിനെ 3 മണിക്കത്തെ കുർബാനയ്ക്ക് പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പരിശുദ്ധ കുർബാനയൊക്കെ ഒരു പകുതിയായ സമയത്ത് ഉയർത്തെഴുന്നേറ്റ ഈശോയായിട്ട് നമ്മൾ എല്ലാവരും കൂടെ പള്ളിക്ക് ചുറ്റും ഒരു പ്രദക്ഷിണത്തിൽ പോകുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെ കുരിശും മെഴുകുതിരിയും എല്ലാം ആയിട്ട് നമ്മൾ എല്ലാവരും കൂടെ പ്രദക്ഷിണത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വെളുപ്പാൻ കാലത്ത് തന്നെ ഇങ്ങനെയുള്ള പ്രദക്ഷിണവും അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനയെല്ലാം കേട്ട് പോകുന്നുണ്ടല്ലോ, അത് അനുഭവിച്ചവർക്ക് ആ ഫീല് മനസ്സിലാവുള്ളൂ കേട്ടോ. അങ്ങനെ അച്ഛന്റെ വക ഈസ്റ്ററിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള പ്രസംഗവും കുർബാനയും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു നേരമായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് ഈശോയും കണ്ട് പ്രാർത്ഥിച്ച് നേർച്ച കേട്ടിട്ട് പള്ളിയിലേക്ക് ഇറങ്ങിയപ്പോണ്ടല്ലോ ജനസാഗരമായിരുന്നു ഗൈസ്. എനിക്കറിയാമല്ലോ ഇവരെല്ലാം എവിടെ തന്നെയായിരുന്നു നിന്നിരുന്നത്. പിന്നെ പള്ളിയുടെ സംഘടന വകയായിട്ട് ചുക്ക് കാപ്പി നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു, അതും കുടിച്ച് നേരെ ഗ്രോട്ടോയിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈശോപ്പയുടെ മുട്ടിപ്പായി പ്രാർത്ഥിച്ചിട്ട് അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് ഒരു പോക്കായിരുന്നു കേട്ടോ. വീട്ടിൽ ചെന്നുള്ള എന്റെ മെയിൻ പരിപാടി അപ്പൊ തന്നെ നോമ്പ് മുറിക്കുക എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ 50 ദിവസം നോമ്പൊക്കെ മുറിക്കുന്ന വീഡിയോ അടുത്തുള്ള